ഹരിയാനയിൽ ദളിത് കുടുംബത്തെ സംഘപരിവാർ ചുട്ടുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും സർക്കാർ അറിയിച്ചു. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ സംഭവസ്ഥലത്ത് എത്തി പ്രതിഷേധിച്ചു. RSS പീഡനം തുടർകഥയാണ് എന്ന് ദളിത് സ്ത്രീകൾ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. അതിനിടെ ദാദ്രി സംഭവത്തെ ന്യായീകരിച്ച് RSS രംഗത്തെത്തി. ദാദ്രിയിലെ കൊലപാതകം ചില കപട മതേതരവാദികൾ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണ് എന്ന RSS മുഖപത്രമായ ഓർഗനൈസർ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ നടത്താനിരുന്ന ഇന്ത്യ പാക് ഭക്ഷ്യമേളയ്ക്കെതിരെ ശിവസേന ഭീഷണി മുഴക്കി. പാക് ചലച്ചിത്ര താരങ്ങളെ മുംബൈയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നും ശിവസേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അസഹിഷ്ണുത പുകയുമ്പോൾ അതിനെതിരായ പ്രതിഷേധങ്ങളും വളരെ ശക്തമാണ്. പുരസ്കാരങ്ങൾ തിരികെ നൽകി പ്രതിഷേധിക്കുന്നത് ധീരവും ചടുലവുമായ നടപടിയെന്ന് പ്രശസ്ത നടി ഷർമിള ടാഗോർ പ്രതികരിച്ചു. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് വീണിരിക്കുന്നു. എതിർക്കുന്നവരെ വാക്കുകൾ കൊണ്ട് നേരിടുന്നതിന് പകരം ശാരീരികമായാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ കലാകാരന്മാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകി പ്രതിഷേധിക്കുന്നത് ധീരമായ നടപടി തന്നെയാണെന്ന് ഷർമിള ടാഗോർ വിലയിരുത്തി. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കുചേരുന്നതിനായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തത്സമയം ശ്രീമതി ആനി രാജ, ഒപ്പം തന്നെ ശ്രീ ടോം വടക്കൻ ടെലിഫോൺ ലൈൻ ചേരും. ശ്രീ PM മനോജ് തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീ VV രാജേഷും ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ഒപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ MB മനോജ് കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്നും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഡൽഹിയിൽ നിന്നും ശ്രീമതി ആനി രാജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനി രാജയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ദേശീയ തലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ചേർത്ത് ഹരിയാന സംഭവം ചേർത്ത് വായിക്കപ്പെടുന്നത് അത് വെറും സ്വാഭാവികമാണോ? ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഹരിയാന വിഷയത്തെ കാണാൻ സാധിക്കുമോ? ഹരിയാനയിലെ സംഭവം ഇന്നലത്തേത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ സാധിക്കില്ല. അത് മാത്രവുമല്ല, കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവിൽ ഉണ്ടായിരിക്കുന്ന ഒരു അരക്ഷിത ബോധം, ഒരു ഇൻടോളറൻസ്, ഒരു അസഹിഷ്ണുത, ഇതിൻ്റെ മാത്രം ഭാഗമായും ഇതിനെ കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ അവിടുത്തെ താഴ്ന്ന ജാതിക്കാർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, മറ്റ് മൈനോറിറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ വളരെയേറെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ദളിതുകൾക്കെതിരായി, മുസ്ലിങ്ങൾക്കെതിരായി അതിശക്തമായ കടന്നാക്രമണങ്ങളാണ് അവിടെ നടന്നിരുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു പിന്തുടർച്ച എന്ന നിലയിലാണ് അവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു 250 ദളിത് കുടുംബങ്ങൾ ഈ ഗർവാപ്പസി എല്ലാം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് RSSും VHPയും ഗർവാപ്പസി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 250 മുസ്ലിം കുടുംബങ്ങൾ, ബഗാന എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുടുംബങ്ങൾ, അവർ ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയ ഒരു സംഭവം കൂടി അവിടെയുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഹരിയാന എന്ന സംസ്ഥാനത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ, അവരനുഭവിക്കുന്ന വിവേചനത്തിൻ്റെ, അവരനുഭവിക്കുന്ന പീഡനങ്ങളുടെ ഒരു നേർചിത്രമാണ് അതിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് അവിടെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇന്നലെ കണ്ട ഒരു ചിത്രം, 1 വർഷത്തിന് മുന്നേ നടന്ന ഒരു സംഭവത്തെ തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്ന് അതിൻ്റെ ഒരു അന്ത്യത്തിലാണ് ഒരു കുടുംബത്തെ മുഴുവനും ജീവനോടെ ചുട്ടരിക്കുന്നതിന് യാതൊരുവിധ മടിയുമില്ലാത്ത ഒരു മേധാവിത്വ മനോഭാവം, ജാതി മേധാവിത്വ മനോഭാവം അത് ഇന്നലെ പ്രകടമായത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സംഭവം, അങ്ങേയറ്റം അംഗീകരിക്കാനാകാത്ത ഒരു സംഭവം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, തിരികെ എത്താം ദളിത് ആക്ടിവിസ്റ്റ് കൂടിയായ ശ്രീ MB മനോജിലേക്ക് കൂടി. ശ്രീ MB മനോജ്, ഇവിടെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങളും നിരവധിയാണ്. ഒരുപക്ഷെ കേരളം പോലും എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പൊതുവിൽ നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ ദളിതർ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നേരിടുന്നു എന്ന് തന്നെ വേണോ നിരീക്ഷിക്കാൻ? തീർച്ചയായും നമ്മൾ ഇന്ത്യയുടെ ഒരു നവോത്ഥാനത്തിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ദുർബലമായ ഒരു ജനാധിപത്യം നിലനിന്നിരുന്നു, ദുർബലമായ ഒരു ഭരണഘടനാ സംവിധാനവും നിലനിന്നിരുന്നു. പക്ഷേ ഒരു ഇഞ്ച് പോലും അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഗ്രാമത്തിൽ പോലും, സ്വന്തം ജനിച്ച് വളർന്ന ഗ്രാമത്തിൽ പോലും ഒരു ദലിതന്, ഒരു ആദിവാസിക്ക്, ഒരു അധസ്ഥിതന് താമസിക്കാൻ ഇനിയും സാധ്യമാവുന്നില്ല
എന്നതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. ഇതിന് സമാനമായ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വരുന്ന ഓരോ ദിവസവും വരുന്ന കൊലപാതകങ്ങളുടെയും മറ്റ് പീഡനങ്ങളുടെയും കേസുകൾ, അതിൻ്റെ പല രൂപത്തിലുള്ള കേസുകളാണ് നമ്മൾ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും കേരളത്തിലും അടക്കം നമ്മൾ കാണുന്നത്. ഇത് വലിയ രൂപത്തിലുള്ള ജീവിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള കടന്നുകയറ്റമാണ് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്ന, ചരിത്രപരമായി ദളിതരോട് നടത്തുന്ന, ചരിത്രപരമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച ഇന്ന് ദളിതർക്കും മേലെയും നടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പി എം മനോജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർബലമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്ന സമയത്ത് ആവർത്തിക്കപ്പെട്ടിരുന്ന സംഭവങ്ങളുടെ അതേ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. പല രാഷ്ട്രീയ പാർട്ടികൾ മാറി വരുന്നു, പല സാഹചര്യങ്ങൾ മാറി വരുന്നു, ഇന്ത്യ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നു. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യം സപ്തതി ആഘോഷിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പറഞ്ഞ സംഭവം, ഹരിയാനയിൽ ചുട്ടുകൊന്ന സംഭവം നടന്നത് ഫരീദാബാദിലാണ്. അത് ഡൽഹിയിൽ നിന്ന് 30 കിലോമീറ്റർ. അത് ഡൽഹിയിൽ ചെല്ലുന്ന ആരും ഫരീദാബാദിലും പോവും, ചിലപ്പോൾ ട്രെയിനിൽ ഇറങ്ങുന്ന അവിടെ ആയിരിക്കും. അതായത് കേന്ദ്രഭരണം നിയന്ത്രിക്കുന്ന ആളുകൾ ഇരിക്കുന്നതിൻ്റെ വെളിപ്പാടകലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് മാത്രമല്ല, ശ്രീമതി ആനി രാജ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അവിടെയുള്ള സ്ഥിതി അരക്ഷിതാവസ്ഥയാണ്, പരിപൂർണ അരക്ഷിതാവസ്ഥയാണ്. സാധാരണക്കാരനായ ദളിതന് ഈ ഠാക്കൂർ വിഭാഗത്തിൻ്റെ പ്രദേശത്തേക്ക് പോകാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അവർക്ക് ഭക്ഷണ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ഹരിയാനയിൽ ആ ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. രാജ്യത്താകെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി സൂചിപ്പിച്ച അസഹിഷ്ണുത, അസുരന്മാരുടെ ഭരണം, അത് രാജ്യത്താകെ നിലനിൽക്കുന്നു. ദളിതർക്ക് രക്ഷയില്ല, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ വാർത്തയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു മുഹമ്മദ് അഖ്ലാഖിൻ്റെ മരണം. മുഹമ്മദ് അഖ്ലാഖിൻ്റെ മരണം ശാസ്ത്രീയമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മാംസം ആട്ടിറച്ചിയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ RSSൻ്റെ വാരിക പാഞ്ചജന്യ ആദ്യം പറഞ്ഞു അത് ഗോമാംസമാണെന്ന്. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഔദ്യോഗിക വാരിക അല്ല, ഇത് മുഖവാരിക അല്ല എന്ന്. ഇന്നിതാ ഓർഗനൈസർ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു, ഈ അഖ്ലാഖിൻ്റെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇങ്ങനെ ദളിതർ കൊല്ലപ്പെടുമ്പോൾ, ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, ഗോമാംസത്തിൻ്റെ പേരിൽ, ഗോവധത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമണങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ അപലപിക്കാതെ, ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് സംഘപരിവാർ നിൽക്കുന്നു. ആ സംഘപരിവാറിന് ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കൈവന്നിരിക്കുന്നു. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ലാഘവത്തോടെ അല്ല ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഗൗരവമല്ല ഇന്നത്തെ ഈ അനുഭവത്തിനുള്ളത്. ഇന്ന് സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥയിലേക്ക് സംഘപരിവാർ രാഷ്ട്രത്തെ നയിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒരു ദളിതനെതിരായിട്ടുള്ള ആക്രമണം, ഒറ്റപ്പെട്ട ആക്രമണം, ഒരു പ്രദേശത്ത് മാത്രം നടന്ന ആക്രമണം, അതെന്തിന് ചർച്ച ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു മരണം, അത് അഖ്ലാഖിൻ്റെ മരണം, ദാദ്രിയിലെ മരണം, അത് മറ്റുള്ളവർക്ക് എങ്ങനെ വിഷയമാകുന്നു എന്ന സമീപനമല്ല എടുക്കേണ്ടത്. സമൂഹമാകെ ചർച്ച ചെയ്യേണ്ടതും പ്രതികരിക്കേണ്ടതുമായ ഒരു വിഷയമായിട്ട് ഇത് ഉയർന്നു വരികയാണ്. അവിടെയാണ് ശ്രീ വി രാജേഷ്, ഇത് ഒരു സംഭവമല്ല സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദാദ്രിയിലെ സംഭവമായാലും അടുത്തിടെയുണ്ടായ മറ്റു പല പ്രതിഷേധങ്ങളും, BCCI ആസ്ഥാനത്തുണ്ടായ പ്രതിഷേധങ്ങളായാലും ഒക്കെ തന്നെയും അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി ഹരിയാനയും കൂടി എത്തി നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടി ശ്രദ്ധേയമല്ലേ? അവിടെ ഒരു വിമർശനത്തിന് ഇടയാക്കുന്ന രീതിയിലേക്ക് ഇടപെടലുകളും മറ്റും പോകുന്നത് എന്തുകൊണ്ടാണ്? സൗമ്യ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് താങ്കളുടെ തുടക്കം തന്നെ പറയാനുള്ളത്, ഹരിയാനയിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം, ആ സംഭവത്തെ മറ്റുള്ള വിഷയങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ശിവസേന ചെയ്ത കാര്യങ്ങളും ഹരിയാനയിലുണ്ടായ സംഭവമൊന്നും നമ്മുടെ വളരെ വലിയൊരു രാജ്യമാണ്. ഹരിയാനയിലുണ്ടായ ഒരു പക്ഷേ നമുക്ക് ചർച്ച പോലും ചെയ്യാൻ ഭയക്കുന്ന ഒരു സംഭവമാണ് ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അതിനെ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് എന്നാണ് എനിക്ക് ദയവേത് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ, ഉച്ചനീചത്വങ്ങളുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇന്നും ഒരു പരിധിവരെ കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഭീകരമായി നിലനിൽക്കുന്നു. 2 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിൽ
വൈകുന്നേരം 6 മണിക്ക് ശേഷം വീട്ടിൽ ശൗചാലയങ്ങളില്ലാത്തതുകൊണ്ട് 6 മണിക്ക് ശേഷം പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയ പെൺകുട്ടികളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി ഭീകരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി മരത്തിൽ കെട്ടി തൂക്കിയ സംഭവം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പുറത്ത് വരുന്നതിനേക്കാൾ ഭീകരമായ വിവരങ്ങൾ പുറത്ത് വരാതിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ലഭ്യമായ വിവരങ്ങൾ. ഹരിയാനയിലുണ്ടായ സംഭവം, ശിവസേനയുടെ സംഭവം, ഇതൊക്കെ തന്നെ എല്ലാം ഒരുമിച്ച് കൂട്ടിവെച്ചൊരു ഭീകരാവസ്ഥ വരുന്നു എന്നുള്ള യാതൊരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. നമ്മളിതിനെ പ്രായോഗിക ബുദ്ധിയോടെ ഇതിനെ പരിഹരിക്കണം എന്നുള്ള മാർഗ്ഗത്തോടെയാണ് കാണേണ്ടത്. ഇത് ദളിതർക്ക് നേരെയുള്ള പീഡനം അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ മനസ്സുകളിൽ നിലനിൽക്കുന്ന ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വം അവസാനിപ്പിക്കുവാനും പാഠ്യപദ്ധതികളിൽ ഇക്കാര്യങ്ങൾ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നിയമലംഘനം നടക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കണം. ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത്. ബഹുമാനപ്പെട്ട ആനി രാജ പറഞ്ഞു, മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ BJP ഗവൺമെൻറ് കാലത്ത് സംഭവിക്കുന്നു, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പരാജയമാണെന്നോ ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത് സംഭവിക്കാതിരിക്കുന്നു എന്നുള്ള ആ ഗവൺമെൻറ് മാത്രം മികവുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പരിഹരിക്കേണ്ടത് ആര് എന്നൊരു ചോദ്യം അത് പരിഹരിക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരിഹരിക്കേണ്ട പ്രഥമ കർത്തവ്യം ഗവൺമെൻറ്റിനാണ്, ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. ഞാൻ സമ്മതിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതെ നോക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനാണ്. ഇങ്ങനെയുള്ള വികാരങ്ങളെ ജനമനസ്സുകളിൽ നിന്ന് മാറ്റേണ്ട ചുമതല ഗവൺമെൻറ്റിനാണ്. അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ഗവൺമെൻറ് തന്നെയാണ് ഇതിൽ ഒന്നാമതായി കാര്യങ്ങൾക്ക് ഇടപെടേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി, ഞാൻ അടിവരായിട്ട് പറയുന്നു, മാതൃകാപരമായി. പക്ഷേ അവിടെയും ശ്രീ വി രാജേഷ്, ഈ ഹരിയാന സംഭവത്തിൽ ആ വിധത്തിൽ പറയുമ്പോൾ ദാദ്രി സംഭവം നടന്ന് എത്രയോ ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെയും എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ ഓർഗനൈസർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ഈ വിഷയത്തെ ന്യായീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. എനിക്ക് ഓരോന്ന് 1 by 1 ആൻസർ പറയാനുള്ള സമയം തരണം. ഞാൻ ദീർഘിപ്പിക്കില്ല, ചുരുക്കി പറയാം. ഇന്ന് ഹരിയാന ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ മനോഹർലാൽ ഖട്ടാറിനെ വിളിച്ച ശേഷം കേന്ദ്ര ഗവൺമെൻറ്, ഈ രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്തിരിക്കുക. BJP ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോലുമല്ല അവിടെ അന്വേഷിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ അന്വേഷിക്കാൻ വേണ്ടി CBI ഏറ്റെടുത്തു. പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ലഭിക്കുന്ന വിവരം എത്രയും കുറ്റവാളികളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ നിയമത്തിൽ കൊണ്ടുവരും. പരമാവധി പെട്ടെന്ന് തന്നെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഇതിന് ഇന്ത്യയിൽ ആവർത്തിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് നോക്കും. ഇനി ദാദ്രി സംഭവം, അതും ഇത് രണ്ടായിട്ട് കാണാം. ദാദ്രി സംഭവത്തിൽ ഇന്നലെ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് ലോ ആൻഡ് ഓർഡർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി മുലായം സിംഗ് യാദവും സമാജ്വാദി പാർട്ടിയും പറയട്ടെ, ഞങ്ങൾക്ക് ദാദ്രി സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സംഭവം ഏറ്റെടുക്കും. മറ്റൊന്ന്, കൽബുർഗിയുടെ സംഭവം, ഇപ്പോൾ ഇനി ചർച്ച വരും സ്വാഭാവികം. കൽബുർഗി ആ സംഭവം കർണാടകത്തിലാണ് നടന്നത്. കർണാടക ഗവൺമെൻറ് പ്രതികളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? ഇനി അവർക്ക് ശേഷിയില്ല എന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കും. പിന്നെ താങ്കൾ അവസാനം ചോദിച്ച പാഞ്ചജന്യ, ഞാൻ പറയാമല്ലോ, ഈ ലോകത്തിറങ്ങുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ആരെങ്കിലും എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ മറുപടി BJP നേതാക്കന്മാരോട് ചോദിക്കരുത്. ശിവസേന കരിയോലൊഴിച്ചു. താങ്കൾ ഈ ചർച്ചയിൽ ശിവസേനയുടെ ഒരു നേതാവിനെ വിളിച്ച് എൻ്റെ തൊട്ടടുത്തിരുത്തണം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് അസഹിഷ്ണുത കാണിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാനിലെ സംഗീതജ്ഞന്മാരെ പാടാൻ അനുവദിക്കുന്നില്ല? ശിവസേനയോട് ചോദിക്കേണ്ട ചോദ്യം, ശിവസേന കാണിച്ച ധിക്കാരപരമായ നടപടി, ഞങ്ങൾ അപലപിക്കുന്ന നടപടി BJP ചോദിച്ച് അതുകൂടി BJP അക്കൗണ്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. ഹരിയാനയിൽ നടന്നുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും രാജ്യത്തുണ്ടാവരുത്. നമുക്ക് ചർച്ചയിലേക്ക് തിരികെ എത്താം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും സെപ്പറേറ്റ് ആയി കാണേണ്ടതാണ്. അത് പൊതുവിൽ BJP തലയിൽ കെട്ടിവെക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് ശ്രീ വി രാജേഷ് പറഞ്ഞു നിർത്തിയത്. അതിനുള്ള മറുപടി ശ്രീമതി ആനി രാജയിലേക്ക് പോകുന്നതാണ്. ഇവിടെ ശ്രീ വി രാജേഷ് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഈ സംഭവത്തെ പൊതുവിൽ വക്രീകരിച്ചു കാണാൻ, പ്രത്യേകിച്ച് ഇത് മോഡി സർക്കാരിന് കീഴിലുണ്ടാകുന്ന സംഭവമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം പൊതുവിൽ നടക്കുന്നോ? താങ്കളുടേതടക്കമുള്ള പ്രതികരണങ്ങളെ ആ വിധത്തിലാണ് ശ്രീ വി രാജേഷ് വിലയിരുത്തുന്നത്. ഞാൻ ഈ സംഭവത്തെ ഒരു കാരണം ചുട്ടുകൊല്ലപ്പെട്ട ദളിത് ആ ദുരവസ്ഥയെ വോട്ടാക്കി മാറ്റി അതിലെന്തെങ്കിലും നേട്ടം കൈവരിക്കണമെന്ന് ഇടതുപക്ഷ പാർട്ടികൾ ഒരു കാരണവശാൽ അത്തരമൊരു നീചമായ ചെയ്യുന്നവരല്ല ഇടതുപക്ഷ പാർട്ടികൾ. എന്നാൽ ഇതിൽ രാഷ്ട്രീയം കളിക്കരുത്. ഞാൻ പറഞ്ഞത് പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും അതാണ്, ഇന്നും അതാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ദളിത് സമുദായത്തിൽപ്പെട്ട ജനങ്ങളുടെ പൊതുസ്ഥിതിയെ കുറിച്ചാണ് സൂചിപ്പിക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ എന്തുണ്ടായാലും ഉടനെ ആ സത്യാവസ്ഥ പറഞ്ഞാൽ, ഫാക്റ്റുകൾ നിരത്തി വെച്ചാൽ അതുടനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, മോഡി ഗവൺമെന്റിന് എതിരായിട്ടാണ്, BJPക്ക് എതിരായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോകാണ്, കാര്യങ്ങളെ ട്രിവിലൈസ് ചെയ്യുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്.
ശ്രീ രാജേഷാണ് ആക്ച്വലി ഇവിടെ ഈ വിഷയത്തെ എന്തുകൊണ്ട് ആ സംസ്ഥാനത്തെ ഗവൺമെന്റ് നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് കർണാടകം നടപടിയെടുത്തില്ല എന്ന് ചോദിക്കുന്നത് തന്നെ ഈ വിഷയത്തിൽ നടപടി ഇവരെടുക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്താലേ ഇവർ നടപടിയെടുക്കുകയുള്ളൂ. ഇവിടെ ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഹരിയാനയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്ന് അവിടെ ഗോ സംരക്ഷണത്തിനായുള്ള സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് നടക്കുകയാണ്. അവിടെ ജീവിച്ചിരിക്കുന്ന ദളിതുകൾ, അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അവരുടെ നിലം കൈവശപ്പെടുത്തുന്നു, അവരുടെ സ്വന്തം നിലത്തിൽ നിന്ന് ആട്ടി ഓടിച്ച് 500 കുടുംബങ്ങൾ കളക്ടറേറ്റിന്റെ മുന്നിൽ കഴിഞ്ഞ 1 വർഷമായി സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അതിൽ നടപടിയെടുക്കുന്നില്ല? ഇത് ഈ ഉള്ള വസ്തുത പറഞ്ഞാൽ അത് ഇടതുപക്ഷം പറയുമ്പോൾ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. ഇവിടെ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ദളിതന്റെ ഡിഗ്നിറ്റിയുടെ രാഷ്ട്രീയമുണ്ട്, അതുപോലെ തന്നെ അവന്റെ ഹ്യൂമൻ റൈറ്റ്സിന്റെ, അവന്റെ മനുഷ്യാവകാശത്തിന്റെ രാഷ്ട്രീയമുണ്ട്, അവിടെ ഇക്വാലിറ്റിയുടെ രാഷ്ട്രീയമുണ്ട്, അവിടെ ഒരു ജസ്റ്റിസിന്റെ രാഷ്ട്രീയമുണ്ട്. ഇതൊന്നും രാഷ്ട്രീയമല്ല എന്ന് ഈ ഒരു വിഷയത്തെ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും രാഷ്ട്രീയ വിഷയമായി കാണാതെ ഇതിനെ ഏതെങ്കിലും ഒരു സവർണന്റെ ഔദാര്യമായി കാണാൻ, അവന്റെ ഔദാര്യമുണ്ട് എങ്കിൽ ദളിതുകളെല്ലാം ഒരു കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം, ആ രീതിയിൽ ഇതിനെ സമീപിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഈ രാജ്യത്തെ ഈ ജാതി വ്യവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വിവേചനങ്ങളും. അതുകൊണ്ട് ശ്രീ രാജേഷ് ദയവായി ഏതെങ്കിലും ഒരു മാസികയിൽ ഒരു ആർട്ടിക്കിൾ വന്നാൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം BJPയോട് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജേഷ്, ദാദ്രി സംഭവത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്? ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം നടപ്പിലാക്കേണ്ടത് ആ സംസ്ഥാനത്തെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. ശരി, പക്ഷെ ഇപ്പോൾ ഹരിയാനയിൽ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? BJPയുടേതല്ലേ? BJP അല്ലേ അവിടെ ഭരിക്കുന്നത്? എന്തുകൊണ്ട് ദളിതുകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, തുടർച്ചയായ അതിക്രമങ്ങൾ, ഒരു ദളിത് പെൺകുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരായ അവരുടെ മേൽ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. എത്രയോ സ്ത്രീകൾ തുടർച്ചയായി ഓരോ ദിവസവും. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം അതത് സമയത്ത് ഭരണത്തിലിരിക്കുന്ന ഭരണകൂടം ഏറ്റെടുക്കണം. അവർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. അതല്ലാതെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇതൊരു ഭരണഘടനാപരമായ ചുമതലയാണ് ഭരിക്കുന്ന സർക്കാരിൻ്റെത്. ഹരിയാനയിൽ ഇപ്പോൾ BJP ഭരിക്കുന്നു. BJPയുടെ ആ സർക്കാരിന്റെ പരാജയമാണ് ഇന്നവിടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന് അതിനെ ഇത്ര വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ അത് BJP, ആ സംസ്ഥാനത്തെ BJP സർക്കാരിന്റെ പരാജയമെന്ന് ശ്രീ MP മനോജ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ സ്വാഭാവികമായും ഈ സംഭവങ്ങളെല്ലാം കോർത്തിണക്കി സംസാരിക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമായ വിഷയം തന്നെയാണ്. പക്ഷേ ദാദ്രിയിൽ സംഭവത്തിന് ശേഷം ആ വീട്ടുകാർക്ക് ഒന്നാകെ അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഹരിയാനയിൽ ഒരു CBI അന്വേഷണവുമായി കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി പോലും ആ വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധ്യത തീരെ കുറവാണ്. കാരണം ജനാധിപത്യം, ആധുനിക കാലത്ത് ലഭിച്ച ജനാധിപത്യം 10-50 വർഷം കഴിഞ്ഞപ്പോൾ പടിപടിയായി ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ഇവിടെ തന്നെ അറിയാം, ആ ഗ്രാമത്തിലെ ആ കുടുംബത്തോട് അവിടുന്ന് മാറിപ്പോകണമെന്ന് പറയുകയും അവർ ആ സ്വന്തം വീടിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താമസിക്കുന്ന ആ രാത്രിയാണ് ആ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സംഭവം തന്നെയാണ് ഖൈർലാഞ്ചിയിൽ, മഹാരാഷ്ട്ര ഖൈർലാഞ്ചിയിലും സംഭവിച്ചത്. വിദ്യാസമ്പന്നരായ ഒരു ദളിത് കുടുംബത്തിലെ 6 പേരെയാണ് ജാതി ഹിന്ദുവാദികൾ അഗ്നിക്കിരയാക്കി കൊലപ്പെടുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആട്രോസിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാന സർക്കാരുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അന്വേഷിക്കുമെന്ന് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. നമ്മൾ നോക്കുക, നിലവിലുള്ള ഇതുവരെയുള്ള മിക്ക ആട്രോസിറ്റീസുകളും ഉപരിജാതികൾ ഇടപെട്ടുകൊണ്ട് അത് നശിപ്പിക്കുന്നതാണ് നമ്മൾ ഖൈർലാഞ്ചി അടക്കം നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, സംവരണത്തിനെതിരെയുള്ള ഉയർന്ന ജാതികളുടെ നിരന്തര അക്രമങ്ങൾക്ക് ദളിതർ വിധേയമാകുന്നു. മറ്റൊന്ന്, വിദ്യാഭ്യാസം നേടുന്ന ദളിതർ പലതരത്തിൽ ആക്രമിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ദളിതനെ വെട്ടിക്കൊന്നുകൊണ്ട് വെട്ടിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതാണ് നമ്മൾ ഉത്തർപ്രദേശിൽ കാണുന്നത്. തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ അയിത്തം ഇന്നും നിലനിൽക്കുന്നു.
ഈ വിഭാഗത്തിൽപ്പെട്ടവർ ആദിവാസികളും ദലിതരും കായിക അധ്വാനികളായ കൂലിപ്പണിക്കാരായതുകൊണ്ട് തന്നെ മിശ്ര ഭുക്കുകളാണ്. അവർക്ക് മാംസം ഭക്ഷിക്കേണ്ടി വരുന്നു. ആ പേരിൽ അവരെ ഒറ്റപ്പെടുത്തുവാനും കൊലപാതകം ചെയ്യുവാനും ഇനിയും ഈ ഹിന്ദു സംഘടനകൾ തയ്യാറാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇനി ദലിതരുടെയും ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെയും ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ ജനാധിപത്യവാദികളും ഇതിൽ ഐക്യപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി എം മനോജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും യഥാർത്ഥ സംഭവങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നുണ്ടോ? ഇത്തരം സംഭവങ്ങളിലുള്ള മൗനം പോലും ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു വിഷയമാണ്. മറ്റുള്ള കാര്യങ്ങളിൽ സാങ്കേതിക വിഷയങ്ങളായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം പ്രതികരിച്ച് കാണുന്ന പ്രധാനമന്ത്രി അടക്കം ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു, എന്ത് പറയുന്നു എന്നതും വളരെ സുപ്രധാനമല്ലേ? അത്തരം ഒരു നിലപാടിൻ്റെ കൂടി ഒരു പ്രശ്നമില്ലേ? അതാണ് വിഷയം. ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഹരിയാനയിൽ ഫരീദാബാദിലുള്ള കൊലപാതകം അല്ലെങ്കിൽ ചുട്ടുകൊല്ലൽ, അത് ഏതെങ്കിലും ഒരു RSSകാരൻ നേരിട്ട് പോയി ചെയ്തു എന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കടുത്ത രീതിയിൽ വിമർശിക്കാനോ തള്ളിപ്പറയാനോ കൊലപാതകികളെ ശിക്ഷയ്ക്ക് വിധേയമാക്കാനോ ഗവൺമെൻറ്റുള്ള സ്ഥലങ്ങളിൽ, അല്ലാത്തിടങ്ങളിൽ അത് തെറ്റാണ് എന്ന് നെഞ്ചുയർത്തി പറയാനുള്ള ആർജവം ഈ കക്ഷികൾക്കില്ല. ഇതായത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം ഈ ഫോളോവേഴ്സുള്ള ട്വിറ്റർ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഏതെങ്കിലും ഒരു അരവാക്ക് പോലും ഈ ദാദ്രിയിലെ കൊലപാതകത്തിനെതിരെ ഉണ്ടായിരുന്നോ? ഇവിടെ നടക്കുന്ന മറ്റ് കന്നുകാലിയുടെ കടത്തിയതിൻ്റെ പേരിൽ കടത്തിയെന്ന് ആരോപിച്ച് മാട്ടിറച്ചി കഴിച്ചു എന്ന് ആരോപിച്ച് ഇപ്പോൾ പുതിയൊരായുധം ശിവസേനയും BJP സംഘപരിവാറും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. അവർ ഭരണം പങ്കിടുന്ന ബന്ധമേ ഉള്ളൂ. പിന്നെയോ രണ്ടു കൂട്ടർക്കും ഒരു പുതിയൊരായുധം കിട്ടിയിട്ടുണ്ട്, കരി ഓയിൽ. അത് കാശ്മീരിൽ പ്രയോഗിക്കുന്നു, ബോംബെയിലും പ്രയോഗിക്കുന്നു, സുധീന്ദ്ര കുൽക്കർണിയുടെ മേലെയും പ്രയോഗിക്കുന്നു, കാശ്മീർ MLAയുടെ നേരെയും പ്രയോഗിക്കുന്നു. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ചില ഇനങ്ങൾ തമ്മിലുള്ള ജേഴ്സി, സിന്ധി, ഇങ്ങനെ ഇനങ്ങൾ തമ്മിലുള്ള വിശ്വാസം, പശുവാണല്ലോ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ഇനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ലാതെ കൃത്യമായി ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം, അതിൻ്റെ തീവ്ര വർഗീയത, അത് പിന്തുടരുന്ന രണ്ട് കക്ഷികളാണ് ശിവസേനയും BJP. അതുകൊണ്ടാണ് അവർക്ക് അവിടെ മഹാരാഷ്ട്രയിൽ ഭരണം പങ്കിടാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ഭക്ഷണം, നമ്മുടെ കളി, ക്രിക്കറ്റ്, ഗുലാം അലിയുടെ പാട്ട്, ഇതൊക്കെ ഇവരുടെ അജണ്ടകളായി മാറുകയാണ്. ഇത് ഏതെങ്കിലും ശിവസേനയുടെ ഒരു അജണ്ട ഒന്ന്, BJPയുടെ അജണ്ട മറ്റൊന്ന്, RSSൻ്റെ അജണ്ട മറ്റൊന്ന് എന്ന് പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, RSS എന്ന ഫാസിസ്റ്റ് സമാനമായ ചിന്താഗതിയുള്ള സംഘടന, ആ പ്രവർത്തന പദ്ധതിയുള്ള സംഘടന, ആ പ്രവർത്തന പദ്ധതി രാഷ്ട്രീയമായി നടപ്പാക്കാൻ നിയുക്തമായ രാഷ്ട്രീയ മുഖമാണ് BJP. ആ BJPക്ക് ഇത്രയേ പറയാൻ കഴിയൂ. രാജേഷിൻ്റെ ഒരു പരിമിതിയാണത്. കാരണം രാജേഷ് ചോദിക്കാം, ഈ പാഞ്ചജന്യം ഞങ്ങളുടെ മാസികയല്ല, അതിൽ ആരെങ്കിലും എഴുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ടോ എന്ന് ഓർഗനൈസറിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഓർഗനൈസർ പാഞ്ചജന്യാണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച വാരികയാണ്. അതിന് ആദ്യത്തെ പത്രാധിപതി വാജ്പേയി ആയിരുന്നു. ഓർഗനൈസർ RSSൻ്റെ കൃത്യമായ മുഖപത്രം തന്നെയാണ്. ആ മുഖപത്രത്തിൽ ഇന്ന് പാഞ്ചജന്യയിൽ എന്താണോ എഴുതിയത് അത് ആവർത്തിച്ചിരിക്കുന്നു. അത് ദാദ്രി സംഭവത്തെ അപലപിക്കാതിരിക്കുക, അതിനെ ന്യായീകരിക്കുക, മറ്റ് രാജ്യത്ത് ഈ നടക്കുന്ന രാഷ്ട്രപതിയെ പോലും അസ്വസ്ഥനാക്കിയ ഒരുപാട് സംഭവങ്ങൾ രാജ്യത്ത് നടന്നല്ലോ. ഇതിലേതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട രാജേഷിൻ്റെ പാർട്ടി ഔദ്യോഗികമായി നിഷേധിച്ച് കണ്ടിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ സംവരണത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ മനോജ്. സംവരണം RSSൻ്റെ അജണ്ടയാണ്, സംവരണം വേണ്ട എന്നുള്ളത്. സംവരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഈ താഴ്ന്ന പിന്നോക്ക ജാതിക്കാർക്ക് അപമാനകരമെന്നാണ് MS ഗോൾവാർക്കർ, ഇവരുടെ ഗുരുജി. ആ ഗുരുജി വിചാരധാരയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുള്ളത് സംവരണത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് അപമാനകരമാണ്, അവരുടെ അവസ്ഥ അതിൽ നിന്ന് മേലോട്ട് വന്നിരിക്കുന്നു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ മോഹൻ ഭാഗവത് ആവർത്തിച്ച് പറയുന്നു സംവരണത്തെക്കുറിച്ച്. അത് നിഷേധിച്ചുകൊണ്ട് BJPയുടെ ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടില്ല. ഒരു വക്താവ്, ഒരു കേന്ദ്രമന്ത്രി ഒരു ദിവസം ഒരു വാക്ക് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ അമിത്ഷാ വീണ്ടും പറഞ്ഞു. പക്ഷേ RSSനാൽ നിയന്ത്രിക്കുന്ന BJPക്ക് സംവരണത്തിൽ മോഹൻ ഭാഗവതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ദളിതരെ കൊല്ലുന്നു, മുസ്ലിങ്ങളെ കൊല്ലുന്നു. ഈ ദളിതരെ കൊല്ലുന്ന രജപുത്രരാണ്, ഈ കൊല്ലപ്പെടുന്ന ദളിതരും. അപ്പോൾ ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ കേരളത്തിൽ പറയുന്നില്ലേ? അങ്ങനെ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ ദുര്യോഗം ഇതുതന്നെയാണ്. കാരണം ഇത് തമ്മിലടിപ്പിച്ചാലല്ലേ ഇവരുടെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ദളിതരില്ല, ശൂദ്രനില്ല. ഇവിടെ പറയുന്ന ഈഴവൻ പോലും ഇവരുടെ ഈ 4 കൂട്ടത്തിൽ വരുന്നില്ല. അതിനും താഴെയാണ് ദളിതനും, അതിനും താഴെയാണ് മറ്റ് ശൂദ്രനും ദളിതനും. ആ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സ്വാമി, ഇതിനൊക്കെ എന്ത് മറുപടി പറയാനായിട്ട്? ബഹുമാനപ്പെട്ട ആനി രാജ, ഞാനൊരു കാര്യം സഖാവ് ആനി രാജ ഓർമ്മിപ്പിക്കുന്നു. താങ്കളുടെ ചർച്ചയുടെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞപ്പോഴേക്കും ഒരു തരത്തിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയെന്നോ രാഷ്ട്രീയമായി താങ്കൾ ബയസായിട്ട് സംസാരിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മറുപടികൾ സൗമ്യ ചോദിച്ച രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾക്ക് നരേന്ദ്രമോദിയെയും ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തിയ ദാദ്രി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. താങ്കൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല.
മറ്റൊന്ന്, ഈ പറയുന്നതൊക്കെ തന്നെ ഒരു കണ്ണട ചിരുട്ടാക്കലാണ്. 100 വർഷം ബഹുമാനപ്പെട്ട ശ്രീ പി എം മനോജ് അദ്ദേഹം ദേശാഭിമാനിയുടെ പ്രവർത്തകനാണ്. സ്വാഭാവികമായും CPM-ന്റെ കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. CPM-ന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അതിനെ പ്രതികരിച്ച് തന്നെയാണ് അദ്ദേഹത്തെ താങ്കൾ വിളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആനി രാജ അവർ CPI-യുടെ ഡയറക്റ്റായിട്ട് പാർട്ടി പ്രവർത്തകയാണ്. ഒരു 100 കൊല്ലം ഈ രാജ്യത്ത് ഭരിച്ചിട്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കാത്ത സംഘടനയുടെ നേതാക്കന്മാരായിരിക്കുന്നത്. ഒരു MP, അത് തൃശ്ശൂരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ മോശമായതുകൊണ്ട് ഒരൊറ്റ MP മായി നിൽക്കുന്ന പാർട്ടി ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ ജാതി സമവാക്യങ്ങൾ, ഈ ദുഷ്ചിന്തകൾ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ ഏറ്റവും കടന്നു കയറാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യയശാസ്ത്രം നിങ്ങളുടേതായിരുന്നല്ലോ. താങ്കൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടികജാതക്കാരായിട്ടുള്ള MP-മാർ, പട്ടികവർഗ്ഗക്കാരായിട്ടുള്ള MP-മാർ, MLA-മാർ, മന്ത്രിമാർ ഉള്ള പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. CPM അല്ല ഞാൻ താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെടാറില്ല. ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് MP-മാരുടെയോ MLA-മാരുടെയോ MP-മാരുടെയോ എണ്ണം വെച്ചുകൊണ്ടല്ല ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട്. നിങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് എല്ലാം ശരിയാണ്, അവരെല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അത് സ്ഥാപിക്കും നിങ്ങൾ. അതല്ലാതെ CPI-ക്കും CPM-നും ഇവിടെ MLA-മാരില്ല, MP-മാരില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കൊഞ്ഞനം കുത്തുന്ന സമീപനം ദയവ് ചെയ്ത് സ്വീകരിക്കരുത്. ബഹുമാനപ്പെട്ട സഖാവ്, എന്റെ സമയത്ത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അസഹിഷ്ണുത പ്രകടിപ്പിക്കരുതേ. പാർട്ടിക്ക് സീറ്റില്ല എന്ന് പറയുമ്പോഴേക്ക് എൻ്റെ മേക്കിട്ട് അല്ലല്ല, അത് സ്പെസിഫിക് ആയ വിഷയത്തിലേക്ക് വരാം. പാർട്ടിക്ക് സീറ്റില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മേക്കിട്ട് കയറണ്ട. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ സാഹചര്യം ഇതാ. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഒരുപാട് മാറാനുണ്ട് രാജ്യം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കടന്നു കയറിക്കൊണ്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഏറ്റവും കൂടുതൽ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയ ശ്രമങ്ങൾ ഞാൻ ഒന്നും ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ പ്രഥമ കർത്തവ്യം. ഗവൺമെൻറ്റാണ് അതിന് ഉത്തരവാദി, ഗവൺമെൻറ്റിനാണ് പരിഹരിക്കേണ്ടത്. മനോഹർ ഖട്ടാറിന്റെ നേതൃത്വത്തിലുള്ള ഹരിയാന ഗവൺമെന്റ് അതിൽ ഇടപെടുന്നു. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കേസ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ മാത്രമല്ലേ ഖട്ടാർ അല്ലല്ല, അങ്ങനെ ഒരു വലിയ അസഹിഷ്ണുത ഹരിയാനയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. എന്റെ കുട്ടി, ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ നിരവധി ആയിരക്കണക്കിന് കൊലപാതകം നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഉത്തർപ്രദേശിൽ BJP ഭരിക്കുമ്പോഴാണോ ഞാൻ നേരത്തെ പറഞ്ഞ പാവപ്പെട്ട ദളിത് പെൺകുട്ടികളെ മരത്തിൽ കെട്ടി തൂക്കിയത്? നടക്കുന്നുണ്ട്, നടക്കാൻ പാടില്ല. എൻ്റെയും താങ്കളുടെയും സഹോദരിമാരാ അവർ. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് സംഭവിച്ചു പോയി. കേന്ദ്ര ഗവൺമെൻറ് കേസെടുത്ത് ഏറ്റെടുത്തു, CBI അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങി ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തണം. ഇന്ന് രാഷ്ട്രീയം പിന്നെ നേരത്തെ കുറേ ചാതുർണ്യം അതൊക്കെ പറഞ്ഞു, അതൊക്കെ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്, ഞാൻ മറുപടി പറയുന്നില്ല അതിനൊന്നും. ഇത് BJP ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് BJP. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇന്ത്യയിൽ വളരെ വലിയൊരു ശതമാനം തന്നെ ഈ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് വേറെ ഒരു നേതാവ് BJPക്ക് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ വളർത്തിയെടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി ഇന്ത്യയിൽ ഒരു പിന്നോക്കക്കാരന്, ഒരു ദളിതന് എന്തും സാധിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക്. പക്ഷെ അതൊരു വ്യക്തിയുടെ കാര്യമാണ്. എന്തുകൊണ്ട് ഡോക്ടർ KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റാക്കി? ഒരു വ്യക്തിയാക്കിയതല്ല. ഇന്ത്യയിലെ ഒരു പട്ടികജാതിക്കാരന് ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണോ ശ്രീമതി ആര്യരാജ? അവിടെ അങ്ങനെയാണോ നിലവിലുള്ള സാഹചര്യങ്ങളിൽ? താങ്കളുടെ മറുപടിയിലേക്ക്. ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെ പിന്നോക്ക വിഭാഗക്കാരനെ വളർത്തിയെടുത്തു എന്ന രീതിയിലുള്ള സംസാരം, അത് തന്നെ ആ പിന്നോക്ക വിഭാഗത്തോടുള്ള അവഹേളനമാണ്. അതെങ്ങനെ അവഹേളനാവുന്നത്? ഒരാളെ വളർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ ഭരണഘടന വളർത്തിയെടുത്തു, രാഷ്ട്രീയമായി വളർത്തിയെടുത്തു, രാഷ്ട്രീയമായിട്ട് അവസരങ്ങൾ കൊടുത്തു. പാർട്ടി തന്നെയാണ് ഒരാളെ വളർത്തിയെടുക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൽ തന്നെ ഒരു അവഗണന ആ പ്രയോഗത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞപ്പോ അവരോടല്ലോ മറുപടിയിലേക്ക് അല്ലല്ല അതല്ല അങ്ങനെയല്ല. അത്രത്തോളം മാന്യവൽക്കരിക്കണേ അവരുണ്ടായിരിക്കണം. ആ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഹിന്ദുവായി ജനിച്ചുവെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. എന്ത് കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവ്
ഹിന്ദുമതത്തിൽ നിന്ന് മാറി ബുദ്ധമതം സ്വീകരിക്കാൻ ഇടയാക്കിയത് നമ്മൾ ഇങ്ങനെ താങ്കളുടെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? എന്തെങ്കിലും ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല വേണ്ടത്. ഇതൊരു വലിയ വിഷയമാണ്. ആ വിഷയം എടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ ഇത് ഭരണഘടനാപരമായി തന്നെ ഭരണഘടനാ അവകാശങ്ങൾ ഈ വിഭാഗങ്ങൾക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അവിടെയാണ് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അതിന് പിന്നെ നിൽക്കുന്ന അത്രയേറെ വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്തു എന്നല്ലേ നിരീക്ഷിക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് 2011 സെൻസസ് അനുസരിച്ച് പരിശോധിച്ചപ്പോൾ ഗുജറാത്തിൽ 12,000 പേര് തോട്ടിപ്പണിക്കാരാണ്. ഇത് മോഡി ഭരിച്ച് ഇത്രയും ഗംഭീരമാക്കി വ്യക്തികളെ വികസിപ്പിച്ച ഗുജറാത്തിൽ 2,000 കുടുംബങ്ങൾ ദളിതർ തോട്ടിപ്പണിയെടുക്കുന്നു. ആ ഒരു വികസനം നമുക്ക് അംഗീകരിക്കാം, കാരണം എണ്ണം കുറച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴും ഗുജറാത്തിൽ നമ്മുടെ വികസനത്തിൻ്റെ മാതൃകയായിട്ട് BJP ഉയർത്തി കാണിക്കുന്നതാണല്ലോ ഗുജറാത്ത്. അവിടെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ബാധ്യതയെങ്കിൽ ആ തോട്ടിപ്പണിക്കാർ ഇവർ ഒഴിവാക്കേണ്ടത് ഇത്രയും കാലത്തെ മോഡിയുടെ ഭരണത്തിൽ. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സമീപനം ഹിന്ദുത്വത്തിൻ്റെ സമീപനമാണ്, വർഗീയതയുടെ സമീപനമാണ്, സവർണ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ സമീപനമാണ്. ഇപ്പോൾ നാളെ RSSന് 90 വയസ്സ് തികയാണ്. 1925 വിജയദശമി നാളിലാണ് ഹെഡ്ഗേവാറിൻ്റെ നേതൃത്വത്തിൽ ഇത് രൂപീകരിച്ചത്. ഈ 90 വർഷമായി RSS. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഈ അടുത്ത കാലം വരെ 2 MPമാരായിരുന്നു BJPക്ക്. ആര്? വാജ്പേയി, അദ്വാനി. ആ പാവം അദ്വാനിയെ മൂലക്കിരുത്തി. ഈ ആളുകളുടെ പാർട്ടിക്ക് നിങ്ങൾക്ക് ഒരാളല്ലേ 2 ആളല്ലേ എന്നുള്ള രാജേഷ് ചോദിക്കുമ്പോൾ ശരിക്കും ഈ 2 MPമാരെയും കൊണ്ട് ഡൽഹിയിൽ തേരാപ്പാര നടന്ന പാർട്ടിയായിരുന്നു BJP. ശരിയാണ്, ഈ വർഗീയത എന്ന് പറയുന്നത് എളുപ്പത്തിൽ തഴച്ച് വളരുന്ന വിത്താണല്ലോ. അതിന് വെള്ളവും അതുപോലെ വളവും ഒക്കെ കൊടുക്കാൻ എളുപ്പമാണല്ലോ. അതുപോലെയല്ല തൊഴിലാളി വർഗ്ഗ പാർട്ടികളുടെ കാര്യം. തൊഴിലാളി വർഗ്ഗ പാർട്ടികൾ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ അവകാശബോധം ഉണർത്തി അവരുടെ സമരം നയിച്ചാണ് വളർന്നു വരുന്നത്. ചിലപ്പോൾ ഈ വർഗീയതയുടെ കുത്തൊഴുക്കിൽ തൊഴിലാളി വർഗ്ഗ പാർട്ടികൾക്ക് വലിയ ക്ഷീണം സംഭവിക്കും. അതും ഇതും താരതമ്യം ചെയ്ത് ഞങ്ങൾക്ക് ആളില്ലേ, നിങ്ങൾക്ക് ആളുണ്ടോ, ആളില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊതുയോഗം നടത്തുന്ന മതസംഘടനകളുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, അതുപോലെ രോഗശാന്തി ശുശ്രൂഷകളുണ്ട്. ഇവരൊക്കെയാണ് BJPയേക്കാൾ വലിയ നേതാക്കന്മാർ എന്ന് പറയും. നമ്മുടെ ചില ഹാസ്യ നടന്മാർ പോകുന്ന പരിപാടികളിൽ 10,000 ആളുകൾ പോകുന്നുണ്ട്. അവർ BJPയേക്കാൾ വലിയ നേതാക്കന്മാരാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ആളുകളെ ചൂണ്ടിക്കാണിച്ച് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ തൊഴിലാളി വർഗ്ഗത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊച്ചാക്കുന്നത് ഈ വർഗീയ കക്ഷികൾക്ക് ചേർന്നതല്ല, അത് അവരുടെ സ്ഥിരം നമ്പറുമാണ്. രാജേഷ്, ഇത്തരത്തിൽ കാര്യങ്ങൾ ന്യായീകരിക്കുകയാണ് എങ്കിൽ കൃത്യമായി തന്നെ പറയും. ഇപ്പോൾ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള വലിയ പദ്ധതികൾ ഉണ്ടാകുന്നു, വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകുന്നു. എന്തിന് അടുത്തിടെയായി ഉയർത്തിക്കൊണ്ടുവന്ന ഗോവധ വിഷയത്തിൽ അടക്കം വലിയ പ്രചരണം നൽകാൻ, വലിയ നിയമ നടപടികൾക്ക് പോലും ഉള്ളൊരു സാഹചര്യം ഒരുക്കാനൊക്കെ സർക്കാരിനായി. അങ്ങനെയെങ്കിൽ ഈ ദളിതർക്ക് വേണ്ടി ഇതുവരെ എന്ത് ചെയ്തു എന്നുകൂടി അക്കമിട്ട് പറയേണ്ട ഉത്തരവാദിത്വം കൂടി ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനില്ലേ? താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഒരർത്ഥവുമില്ല. മേക്ക് ഇൻ ഇന്ത്യയും മറ്റതും ബാക്കിയെല്ലാം നടത്തുന്നത്, മേക്ക് ഇൻ ഇന്ത്യ നടപ്പിലാക്കുന്നതായാലും ബാക്കിയുള്ള ക്ഷേമ പദ്ധതികളായാലും എല്ലാം തന്നെ സർക്കാരിന്റെ പ്രയോറിറ്റിയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, എല്ലാം തന്നെ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ ദളിതർക്ക് പ്രയോജനപ്പെടും, ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടും, സാധാരണക്കാരായ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും. അല്ല ദളിതർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ദളിതർക്ക് അപ്രാപ്യമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് എവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പദ്ധതികളും കൊണ്ടുവരുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി തന്നെയാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും മിശ്ര വിഭാഗത്തിന് ഗ്രാൻഡ് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന ഗവൺമെൻറ്റായി ഗവൺമെൻറ്. പിന്നെ വേറൊന്ന്, ഈ ചർച്ചയിലൂടെ വന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗം പറയാൻ 2 പേരും ഒരു ദളിത് ആക്ടിവിസ്റ്റും ഉണ്ട്. 3 പേരും BJPക്കെതിരെ രോഷം പ്രകടിപ്പിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു മോശപ്പെട്ട വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്കെതിരെയുള്ള രോഷപ്രകടനമാണെങ്കിൽ അംഗീകരിക്കാം. BJPക്കെതിരെ രോഷം പ്രകടിപ്പിക്കുന്നവർക്ക് എന്താ ധാർമ്മിക അവകാശം? ആനി രാജ രോഷപ്രകടനം നടത്തുന്നു. ആനി രാജ ഉൾപ്പെടെ പിന്തുണച്ച കോൺഗ്രസ് ഇവിടെ 60 വർഷം ഭരിച്ചത്. വ്യവസ്ഥിതി മാറാത്ത BJP ഉണ്ടല്ല. കോൺഗ്രസിൻ്റെ കാലത്ത് അവർ ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനില്ലേ? ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പാളിച്ചകൾ ഗവൺമെൻറ്റിൻ്റെ ചുമതലയിലുള്ളതാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ചാനൽ ചർച്ചയിലൊന്നും ഞങ്ങളോട് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഒരുമിച്ച് നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയായി വക്താവായി വന്ന് പറയുമ്പോഴേക്കും അവരവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ ജനമനസ്സുകളിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് എത്രമാത്രം കടന്നു കയറാൻ സാധിച്ചു. CPIയുടെ പരമോന്നത കൗൺസിലിൽ എത്രമാത്രം ദളിതന്മാരുണ്ട്, എത്രമാത്രം പട്ടികജാതിക്കാരുണ്ട്, അവരുടെ മന്ത്രിസഭയിൽ
അവർ വന്നപ്പോൾ എത്രമാത്രം പട്ടികജാതിക്കാരെയും ദളിത് വിഭാഗക്കാരെയും മന്ത്രിമാരിലേക്ക് ഉൾപ്പെടുത്തി. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് മുഖ്യധാരയിലേക്ക് എത്ര പേരെ നേതൃത്വത്തിലേക്ക് പട്ടികജാതിക്കാരെ കൊണ്ടുവരാൻ സാധിച്ചു, പട്ടികവർഗ്ഗക്കാരെ കൊണ്ടുവരാൻ സാധിച്ചു, പിന്നോക്കക്കാരെ കൊണ്ടുവരാൻ സാധിച്ചു, എത്ര മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഈ വിഭാഗത്തിൽ നിന്നുള്ളവരെ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ആ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് വേണം BJP ചെയ്ത കാര്യങ്ങളുടെ കണക്ക് ചോദിക്കാൻ. അതാണ് അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ ചർച്ച. ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഇപ്പം നേരത്തെ ദളിത് ആക്ടിവിസ്റ്റ് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, തമിഴ്നാട്ടിൽ BJP ഒരു രാഷ്ട്രീയ ഘടകമേ അല്ല, ഞങ്ങൾ ഭരണത്തിൽ വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ആന്ധ്രയിലുണ്ട്, ഒറീസയിലുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ ജനറലായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നേരത്തെ ചോദിച്ചു ഒരു നരേന്ദ്രമോദിയെ മാത്രം ഉയർത്തി എന്നുള്ളത് കൊണ്ട് അല്ല, അതൊരു സിഗ്നലാണ്. ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക വിഭാഗക്കാരന്, പട്ടികജാതി വിഭാഗക്കാരന് അല്ലെങ്കിൽ ദരിദ്രന് ഈ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതിലൂടെ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള പിന്നോക്ക ജാതിക്കാർ, അവഗണിക്കപ്പെട്ടവർ, അവർക്കൊരു ആത്മവിശ്വാസം, ഞങ്ങളെപ്പോലുള്ളവർക്കും ലോകത്തല നേതാവായി മാറാം, പ്രധാനമന്ത്രിയായി മാറാം. ആ ഒരു മെസ്സേജ്, ആ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ് BJP. പക്ഷേ ആ സിഗ്നൽ വന്നിട്ട് 1.5 വർഷമായി. എന്നിട്ടും ദളിതന്മാർക്ക് ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. 1.5 വർഷം കൊണ്ട് 135 കോടിയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഒരു രാജ്യത്തെ പ്രശ്നങ്ങൾ. പക്ഷേ 1.5 വർഷം കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പോലെ ഒരു പദ്ധതി കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഗോവധം നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. താങ്കൾ അറിവില്ലായ്മ സംസാരിക്കുന്നത് എനിക്ക് വിഷമത്തോടെ പറയേണ്ടി വരും. 135 കോടി, ഞാനും താങ്കളും മനോജും കൂടി ഇരുന്ന് നടക്കുന്ന AC റൂമിലെ ചർച്ചയല്ല. 135 കോടി ജനങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ 1.5 വർഷമല്ല 15 വർഷം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ബാക്കി എല്ലാം പരിഹരിച്ചിട്ട് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാൻ സാധിക്കുമോ? സമയപരിമിതി പോലും ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി ആനരാജ, ഇതിനുള്ള ഒരു മറുപടിയിലേക്ക് വളരെ വേഗം. മേക്ക് ഇൻ ഇന്ത്യ വളരെ നല്ലത്, കൊണ്ടുവരട്ടെ, എല്ലാവർക്കും ഗുണമുണ്ടായാൽ നല്ലത്. പക്ഷെ എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു ചെറിയ ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട്. അതായത് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിലൂടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ, കോമ്പണന്റ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക തുക നീക്കി വെച്ചുകൊണ്ട് അവരുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, സർവ്വതോന്മുഖമായ വികസനത്തിന് വേണ്ടിയാണ് ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് നീക്കി വെച്ച ഒരു സംവിധാനം പ്ലാനിംഗ് കമ്മീഷനകത്തുണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷനെ അപ്പാടെ മാറ്റിക്കൊണ്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നപ്പോൾ ഈ സബ് പ്ലാൻ ആൻഡ് കോമ്പണന്റ് പ്ലാൻ എന്ന് പറയുന്നതിനെ അപ്പാടെ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ എല്ലാവർക്കും ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് ഇതെന്തായി? ഈ സബ് പ്ലാൻ ആൻഡ് കോമ്പണന്റ് പ്ലാൻ അതിന് എന്ത് സംഭവിച്ചു എന്ന് ശ്രീ രാജേഷ് ഒന്ന് പറയണം. ഞാൻ അതോടൊപ്പം ഒന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാസ് റൂട്ടിൽ ബന്ധമുള്ള അല്ലെങ്കിൽ ഘടകങ്ങളുള്ള പാർട്ടിയാണ് BJP. ആ BJPക്ക് ഈ ഇത്തരത്തിലുള്ള ജാതി വിദ്വേഷങ്ങൾ മാറ്റുവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു 12 വയസ്സുകാരി പെൺകുട്ടി മധ്യപ്രദേശിൽ അവള് ടാപ്പിൽ നിന്ന് കുനിഞ്ഞിരുന്ന ഒരു കുടത്തിൽ വെള്ളമെടുത്ത് ആ കുടം നിറഞ്ഞപ്പോൾ നിവർന്നു നിന്നു. വെയിലുണ്ടായിരുന്നു, സൂര്യ വെളിച്ചമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ നിഴൽ ഒരു സവർണജാതിക്കാരന്റെ മേലെ പതിച്ചു എന്ന് പറഞ്ഞ് 12 വയസ്സുകാരെ തല്ലിച്ചതച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മഹാരാഷ്ട്ര BJPയും ശിവസേനയും ഭരിക്കുന്ന സംസ്ഥാനം. അവിടെ എന്താ നടന്നത്? ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാർ. ഇതെല്ലാം സമീപകാലത്തുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കൈർലാഞ്ചിലെയൊക്കെ പഴയ കഥ ഇപ്പോഴത്തെ സംഭവം സൂചിപ്പിക്കുകയാണ്. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നിരിക്കുമ്പോൾ അവന്റെ ഫോൺ ആരോ ഫോൺ ചെയ്തു. ഫോൺ വരുന്നു, റിംഗ് ടോൺ അംബേദ്കർ സോങ്, അംബേദ്കറിനെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ട്. ഉടനെ അവിടെ അടുത്തിരുന്ന ചെറുപ്പക്കാർ അതെന്തിനാണ് നീ ആ പാട്ട് വെക്കുന്നതെന്ന് പറഞ്ഞ് അവനെ അടിച്ചു കൊന്നു. മഹാരാഷ്ട്രയിൽ BJPയും ശിവസേനയും ഭരിക്കുന്ന സംസ്ഥാനത്ത്. ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ ഇപ്പോൾ ചുട്ടുകൊന്നു എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം? ഒരു വർഷം മുൻപേ സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഫോൺ ഒരു ഡ്രെയിനേജിൽ വീണു. ആ ഡ്രെയിനേജിൽ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ആവശ്യപ്പെടുന്നു. അവനത് നിഷേധിക്കുന്നു. അതാണ് രാഷ്ട്രീയം, അവന്റെ ഡിഗ്നിറ്റിയുടെ രാഷ്ട്രീയം. കൊലയിൽ എത്തപ്പെട്ടത്. അല്ല, ബഹുമാനപ്പെട്ട ആനിരാജ് ചോദിച്ചു പ്ലാനിംഗ് കമ്മീഷന്റെ കാര്യം. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടത് പറഞ്ഞപ്പോഴേക്ക് കാലഹരണപ്പെട്ട ഒരു സംവിധാനം പിരിച്ചുവിട്ടത് പറഞ്ഞപ്പോൾ നീതി ആയോഗിൽ ഓരോ സംസ്ഥാനത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർക്ക് അവരവരുടെ സംസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്കും ദളിതുകാർക്കും എത്ര 1000 കോടി രൂപ, നേരത്തെ ഇരുന്ന പണമല്ല,
ആവശ്യമുണ്ടോ ചോദിച്ചാൽ കൊടുക്കാമെന്ന് പറയുന്ന ബദൽ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടത്. അത് താങ്കൾ മൂടി വയ്ക്കുന്നു. അത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ കൂടി തയ്യാറാണ്. മുഖ്യമന്ത്രിമാർ ചോദിക്കുന്നു 10,000 കോടി രൂപ വേണമെന്ന് ചോദിച്ചാലും സെൻട്രൽ ഗവൺമെന്റ് ഈസ് റെഡി. ഇനി ആനി രാജ കുറെ കഥകൾ പറഞ്ഞു. അവിടെ മൊബൈൽ റിംഗ് കേട്ടു, ഇവിടെ മൊബൈൽ റിംഗ് കേട്ടു. പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാ BJPയോട് ചോദിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട്. പക്ഷേ അംബേദ്കറെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ തലവനായിട്ടുള്ള അംബേദ്കറുടെ പടം വെച്ച് ആരാധിക്കുകയും അംബേദ്കറുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയും ജീവിതത്തിൽ പഠിപ്പിക്കുകയും ചെയ്യും. December 6 CPI ആചരിക്കുന്നുണ്ടോ? December 6 അംബേദ്കർ സ്മൃതി ദിനം ഞങ്ങൾ ആചരിക്കും. അംബേദ്കർ ജയന്തി ഞങ്ങൾ ആചരിക്കുന്നു. CPI ആചരിക്കുന്നില്ല. അംബേദ്കർ ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ. ശ്രീ വിരാജ് പറയുന്ന പോലെ ഈ കാര്യങ്ങളിലൊക്കെ BJP എന്തുകൊണ്ടാണ് മറുപടി പറയണത്, അല്ലെങ്കിൽ BJPയോട് എന്തുകൊണ്ട് ചോദിക്കേണ്ടി വരുന്നു? അതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതിൽ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ബജറ്റിൽ സാധാരണ ഈ ദളിതർക്കെതിരായിട്ടുള്ള അതിക്രമം തടയൽ നിയമം, ആ നിയമം നടപ്പാക്കാൻ ഒരു പ്രത്യേക തുക നീക്കി വെക്കാറുണ്ട്. ആ വളരെ കൃത്യമായി ഡ്രാസ്റ്റിക്കായിട്ട് ഈ ബജറ്റിൽ മോഡി ഗവൺമെൻറ് ആദ്യത്തെ ബജറ്റിൽ അത് കുറച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതിന് പകരം തുക നീക്കി വെച്ചിട്ടില്ല. ഞാൻ മറ്റേ കണക്ക് എനിക്കറിയില്ല. 2, എന്തുകൊണ്ടാണ് BJPയോട് ചോദിക്കുന്നതെന്ന്? ഈ 1.5 വർഷം നരേന്ദ്രമോദി ഭരിച്ചതുകൊണ്ട് രാജ്യത്താകെ നടക്കുന്ന ദളിത് വിരുദ്ധ ആക്രമണങ്ങൾക്ക് മുഴുവൻ BJPയാണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ BJP പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് ദളിതരെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയമാണ്. BJP ഭൂപരിഷ്കരണത്തിന് അനുകൂലമല്ല. രാജ്യത്ത് BJP ഭരിച്ച ഒരിടത്തും ഭൂപരിഷ്കരണം കൃത്യമായ രീതിയിൽ കൊണ്ടുവന്നിട്ടില്ല. അവിടെ ജമീന്ദാന്മാരുണ്ട്, അവിടെ ഭൂപ്രഭുത്വമുണ്ട്. ആ ഭൂപ്രഭുക്കൾ പ്രത്യേക സവർണജാതിക്കാരാണ്, ബ്രാഹ്മണ മേധാവിത്വമുണ്ട്. ഇവർ ദളിതരെ അടിച്ചമർത്തുന്നു. ഇതിനെതിരെ സാമൂഹികമായിട്ട് എല്ലാവർക്കും തുല്യത, സമത്വം, അവസര സമത്വം കൊണ്ടുവരിക എന്ന പ്രത്യയശാസ്ത്രമല്ല BJPയുടേത്. അത് ജാതീയമായി മനുഷ്യരെ പല തട്ടിലാക്കി തമ്മിലടിപ്പിക്കുകയും എന്നിട്ട് വർഗീയമായിട്ട് ഒന്നിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഹിന്ദുവാണ് എന്ന് പറയുകയും ചെയ്യുന്ന കൃത്യമായ വർഗീയതയുടെ രാഷ്ട്രീയമാണ്. ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുന്നു. ശ്രീ MP മനോജിലൂടെ അവസാനമായി പോകുന്നു. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ കണക്കുകൾ അടക്കം താങ്കളുടെ കയ്യിൽ ഉണ്ടാകാമെന്ന് കരുതുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ നരേന്ദ്രമോദി ഈ വിധത്തിൽ അധികാരത്തിലെത്തി അതിനുശേഷം ഈ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ ഇടപെടലുകൾ ഇത്തരം സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നുണ്ടോ? ഈ ഒരു ഹരിയാന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും തുടർന്നുണ്ടാകാമെന്നൊരു പ്രതീക്ഷയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടുകൂടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അത് ദേശീയ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല. പ്രാദേശികമായും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ജാതി വ്യവസ്ഥ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യയശാസ്ത്രപരമായി ഹിന്ദുമതത്തിൻ്റെ പ്രത്യയശാസ്ത്രം ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്നതും ഇവിടുത്തെ തദ്ദേശീയരെ നിരന്തരം ആക്രമിക്കുന്നതുമായ പ്രത്യയശാസ്ത്രമാണ്. അതിനെ ജനാധിപത്യപരമായി നമ്മൾ നേരിടുകയും എല്ലാ ജനാധിപത്യവാദികളും ഐക്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഹിന്ദു പാർലമെൻറ്റിലും ഹിന്ദു മഹാസഭയിലും അംഗമായിരിക്കുന്ന പട്ടികജാതി വർഗ പ്രതിനിധികളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ത്യ ഇന്ന് നേരിട്ട തുറന്ന ജാതി വ്യവസ്ഥയിലും ശാസ്ത്രീയ ജാതി വ്യവസ്ഥയിലുമാണ്. കേരളമടക്കമുള്ള സ്ഥലങ്ങൾ ശാസ്ത്രീയ ജാതി വ്യവസ്ഥയിലാണ്. ഇവയെ ഇത്തരം കാര്യങ്ങളെ ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ദലിതരും ഇനിയും കൊല ചെയ്യപ്പെടുമെന്നാണ്. ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഉറപ്പാണ്. അതിനും അപ്പുറത്തേക്ക് എന്ത് ഇടപെടൽ ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് സുപ്രധാനം. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീമതി ആനി രാജ, ഒപ്പം തന്നെ ശ്രീ VV രാജേഷ്, ശ്രീ PM മനോജ്, ശ്രീ MP മനോജ്. ചർച്ചയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് നൈറ്റ്.